Hi everybody, MDC, Multidisciplinary Courses for Science. Semester 3rd, paper name is Understanding Kerala, Science, Culture and Literature. So today in this paper, we are going to discuss the chapter, the last chapter, India's first digital university comes up in Kerala. So when we come to this chapter, it's clear that this is an article, newspaper article published in the Times of India. ഇപ്പോൾ ടൈംസ് ഓഫ് ഇന്ത്യയിൽ വന്നൊരു ന്യൂസ് പേപ്പർ ആർട്ടിക്കിളാണ് നമുക്ക് പഠിക്കാനുള്ളത്. നേരെ നമുക്ക് ചാപ്റ്ററിലേക്ക് വരാം. എന്തൊക്കെയാണ് ഈ ന്യൂസ് പേപ്പർ ആർട്ടിക്കിളിൽ പറയുന്നത് എന്നുള്ളത്. പേരിൽ ഫസ്റ്റ് ഓഫ് ഓൾ പേരിൽ ടൈറ്റിൽ പറയുന്നത് പോലെ തന്നെ ഇന്ത്യയുടെ ആദ്യത്തെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയെക്കുറിച്ചാണ്. കേരളത്തിലെ ആദ്യത്തെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയുടെ ഒരു ഇനാഗുറേഷൻ, അതിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി, സാധ്യതകൾ തുടങ്ങിയ കാര്യങ്ങളാണ് ഈ ഒരു ന്യൂസ് പേപ്പർ ആർട്ടിക്കിളിൽ ഡിസ്കസ് ചെയ്യുന്നത്. നോക്കാം എന്തൊക്കെയാണ് എന്നുള്ളത്. ലൊക്കേഷൻ ആൻഡ് ഇനാഗുറേഷൻ, അതായത് ഈ ഒരു ആർട്ടിക്കിളിൽ പറയുന്നതിൻ്റെ ഒരു സംക്ഷിപ്ത രൂപം മാത്രമാണ് അവതരിപ്പിക്കുന്നത് കേട്ടോ, എന്തൊക്കെയാണ് എന്നുള്ളത് പോയിന്റ് വൈസ് ആയിട്ട്. സോ ലൊക്കേഷൻ ആൻഡ് ഇനാഗുറേഷൻ, അപ്പോൾ ഇത് എവിടെയാണ് ഈ ഒരു യൂണിവേഴ്സിറ്റി ഉള്ളത്? അതായത് ഇന്ത്യാസ് ഫസ്റ്റ് ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി സ്റ്റാർട്ടഡ് ഇൻ കേരള അറ്റ് ടെക്നോ സിറ്റി മംഗലാപുരം, അതായത് നിയർ തിരുവനന്തപുരം. അപ്പോൾ അവിടെയാണ് ഇതിൻ്റെ ഒരു ലൊക്കേഷൻ എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് വാസ് ഇനാഗുറേറ്റഡ് ബൈ ചീഫ് മിനിസ്റ്റർ പിണറായി വിജയൻ ആൻഡ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. അപ്പോൾ ഗവർണറായിട്ടുള്ള ആരിഫ് മുഹമ്മദ് ഖാനും മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയനും കൂടിയാണ് ഇതിൻ്റെ ഒരു ഇനാഗുറേഷൻ ചെയ്തിട്ടുള്ളത്. യൂണിവേഴ്സിറ്റി നെയിം, യൂണിവേഴ്സിറ്റിയുടെ പേര്, ഇറ്റ് ഈസ് കോൾഡ് കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഡിജിറ്റൽ സയൻസസ്, ഇന്നൊവേഷൻ ആൻഡ് ടെക്നോളജി എന്നുള്ള പേരിലാണ് ഈ ഒരു യൂണിവേഴ്സിറ്റി അറിയപ്പെടുന്നത്. ഇനി എന്താണ് ഇതിൻ്റെ പർപ്പസ്? ഈ ഒരു യൂണിവേഴ്സിറ്റിയുടെ പർപ്പസ് എന്താണ്? ടു യൂസ് ഡിജിറ്റൽ ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ, റിസർച്ച് ആൻഡ് സോഷ്യൽ പ്രോഗ്രസ്. അപ്പോൾ ഈ ഒരു ഡിജിറ്റൽ ടെക്നോളജിയെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ടും റിസർച്ചിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ സാമൂഹിക പുരോഗതിക്ക് വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുക എന്നുള്ളൊരു പർപ്പസാണ് ഇതിനുള്ളത്. ടു ട്രെയിൻ സ്റ്റുഡൻസ് ഇൻ ന്യൂ സ്കിൽസ് ലൈക്ക് AI, ബ്ലോക്ക് ചെയിൻ, ഡാറ്റ അനലിറ്റിക്സ്, സൈബർ സെക്യൂരിറ്റി എറ്റ്സെട്ര. സൈബർ സെക്യൂരിറ്റി പോലെയുള്ള, ഡാറ്റ അനലിറ്റിക്സ് പോലെയുള്ള, AI പോലെയുള്ള പുതിയ പുതിയ സ്കില്ലുകൾ, പുതിയ കോഴ്സുകൾ, കഴിവുകളും മറ്റു കാര്യങ്ങളും ഒക്കെ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക എന്നൊരു ഉദ്ദേശം. അതുപോലെ തന്നെ ടു റെഡ്യൂസ് ദ ഡിജിറ്റൽ ഗ്യാപ്പ് ഇൻ സൊസൈറ്റി, സൊസൈറ്റിയിലൊരു ഡിജിറ്റൽ ഗ്യാപ്പ് ഒഴിവാക്കുക. അതായത് ഡിജിറ്റൽ വേൾഡാണ് ഇത്, ശരിക്കും AI യുഗമാണെന്നൊക്കെ പറയാറുണ്ട് അല്ലേ. അപ്പോൾ ആ ഒരു ലോകത്തിൽ ജീവിക്കുമ്പോൾ ഇത്തരം ഡിജിറ്റൽ ടെക്നോളജീസൊക്കെ അറിയാതെ പോകുന്ന ആ ഒരു അവസ്ഥ ഒഴിവാക്കുക, അത് റെഡ്യൂസ് ചെയ്യുക. ദെൻ ഗവർണേഴ്സ് മെസ്സേജ്, എന്തായിരുന്നു ഗവർണറിൻ്റെ മെസ്സേജ് ഇത് ഇനാഗുറേഷൻ ചെയ്ത സമയത്ത്? നോളേജ് ബ്രിങ്സ് കറേജ്, യൂണിറ്റി ആൻഡ് റിമൂവ്സ് ഇഗ്നോറൻസ്. അതായത് അറിവെന്ന് പറയുന്നത് നമുക്ക് ധൈര്യം കൊണ്ടുവന്ന് തരുമെന്ന് പറയുകയാണ്. അതുപോലെ യൂണിറ്റി, ഐക്യം, അതേപോലെ തന്നെ റിമൂവ്സ് ഇഗ്നോറൻസ്, ഇഗ്നോറൻസിനെ ഒഴിവാക്കും. ഇത് ഗവർണറിൻ്റെ മെസ്സേജ് ആയിരുന്നു. അതുപോലെ തന്നെ ദ യൂണിവേഴ്സിറ്റി വിൽ ഓപ്പൺ ന്യൂ ഓപ്പർച്യൂണിറ്റീസ് ഫോർ സ്റ്റുഡൻസ്. ഈ ഒരു യൂണിവേഴ്സിറ്റി പുതിയ പുതിയ ഓപ്പർച്യൂണിറ്റീസ് വിദ്യാർത്ഥികൾക്കായിട്ട് തുറന്നു കൊടുക്കും എന്ന് പറഞ്ഞു. ചീഫ് മിനിസ്റ്റേഴ്സ് മെസ്സേജ്, എന്തായിരുന്നു മുഖ്യമന്ത്രിയുടെ മെസ്സേജ്? ദ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി വിൽ ക്രിയേറ്റ് മെനി ചാൻസസ് ഫോർ യങ്സ്റ്റേഴ്സ്. അതായത് യുവതലമുറയ്ക്ക്, യങ്സ്റ്റേഴ്സിന് ഒത്തിരി അവസരങ്ങൾ ഇത് ക്രിയേറ്റ് ചെയ്യും, ഒത്തിരി ചാൻസുകൾ ഈ ഒരു ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി കൊണ്ടുവരുമെന്ന് അദ്ദേഹം പറഞ്ഞു. കേരള നീഡ്സ് ടെക്നിക്കലി സ്കിൽഡ് പീപ്പിൾ ഫോർ ദ ന്യൂ വേൾഡ്. ഒരു പുതിയ ലോകത്തിന് വേണ്ടിയിട്ട് കേരളത്തിന് ടെക്നിക്കലി സ്കിൽഡ് ആയിട്ടുള്ള ഒത്തിരി ആൾക്കാരെ വേണം. അപ്പോൾ ഇത് സാധ്യമാക്കും എന്ന് അദ്ദേഹം പറഞ്ഞു. ഡിജിറ്റൽ ടെക്നോളജി ഷുഡ് ഹെൽപ്പ് ഇൻ സോഷ്യൽ പ്രോഗ്രസ് ആൻഡ് റിസർച്ച് എവ്രി വൺ. അപ്പോൾ റിസർച്ചിലും അതുപോലെ തന്നെ സോഷ്യൽ പ്രോഗ്രസ്സിലും എല്ലാം ഈ ഒരു ഡിജിറ്റൽ ടെക്നോളജി സഹായിക്കും എന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ദെൻ ഹൗ ഇറ്റ് വാസ് ഫോംഡ്, എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഫോർമേഷൻ? അതായത് ഇറ്റ് വാസ് ക്രിയേറ്റഡ് ബൈ അപ്ഗ്രേഡിംഗ് ദ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി ആൻഡ് മാനേജ്മെൻറ്റ് ഇൻ കേരള. അതായത് ഇപ്പോൾ ഈ പറയുന്ന ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി ആൻഡ് മാനേജ്മെൻറ്റ് കേരള എന്ന് പറയുന്ന സംഭവം അതൊന്ന് അപ്ഗ്രേഡ് ചെയ്തിട്ടാണ് ഈ ഒരു ഇന്ത്യാസ് ഫസ്റ്റ് ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി ചെയ്തിട്ടുള്ളത്. ദെൻ സ്കൂൾസ് ഓഫ് സ്റ്റഡി,
ദ യൂണിവേഴ്സിറ്റി ഹാസ് 5 സ്കൂൾസ്. 5 സ്കൂളുകൾ യൂണിവേഴ്സിറ്റിയുടെ കീഴിലുണ്ടെന്ന് പറയുന്നു. ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. കമ്പ്യൂട്ടർ ആൻഡ് സയൻസ് എഞ്ചിനീയറിംഗ് സ്കൂൾ, അതുപോലെ തന്നെ ഡിജിറ്റൽ സയൻസസ് എന്നുള്ള രീതിയിൽ, അതുപോലെ തന്നെ ഇലക്ട്രോണിക് സിസ്റ്റംസ് ആൻഡ് ഓട്ടോമേഷൻ, അതുപോലെ തന്നെ ഇൻഫോമാറ്റിക്സ്, അതുപോലെ തന്നെ ഡിജിറ്റൽ ഹ്യൂമാനിറ്റീസ് ആൻഡ് ലിബറൽ ആർട്സ് എന്നീ വിഷയങ്ങളിൽ അല്ലെങ്കിൽ എന്നീ രീതികളിൽ എന്തുണ്ട്, സ്കൂളുകൾ ഉണ്ട് ഇവരുടെ കീഴിലെന്ന് പറയുകയാണ്. then എന്തൊക്കെ കോഴ്സുകളാണ്? ഓഫേഴ്സ് മാസ്റ്റേഴ്സ് ഡിഗ്രി പ്രോഗ്രാംസ് ഇൻ കമ്പ്യൂട്ടർ സയൻസ്, ഇലക്ട്രോണിക്സ്, ഇൻഫോമാറ്റിക്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ്. അതായത് ഈ വിഷയങ്ങളിൽ മാസ്റ്റർ ഡിഗ്രി പ്രോഗ്രാംസ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഫോക്കസസ് ഓൺ മോഡേൺ ടെക്നോളജീസ് ലൈക്ക് ഇൻഡസ്ട്രി 4.0. ഇപ്പോൾ ഇൻഡസ്ട്രി 4.0 തുടങ്ങിയ മോഡേൺ ടെക്നോളജിയിൽ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള കോഴ്സുകളുണ്ട്. ദെൻ സ്പെഷ്യൽ സെൻറ്റേഴ്സ്, ഇവരുടെ സ്പെഷ്യൽ സെൻറ്റേഴ്സ് ഫോർ ബ്ലോക്ക് ചെയിൻ, AI ആൻഡ് ML, സൈബർ സെക്യൂരിറ്റി, ബിഗ് ഡാറ്റ, ബയോ കമ്പ്യൂട്ടിംഗ്, ജിയോസ്പേഷ്യൽ അനലിറ്റിക്സ് തുടങ്ങിയ ഇപ്പോൾ ഈ പറഞ്ഞ മേഖലകളിലൊക്കെ, അതായത് ജിയോസ്പേഷ്യൽ അനലിറ്റിക്സ്, ബിഗ് ഡാറ്റ, ബയോ കമ്പ്യൂട്ടിംഗ്, സൈബർ സെക്യൂരിറ്റി, AI തുടങ്ങിയ കോഴ്സുകളിലൊക്കെ അല്ലെങ്കിൽ തുടങ്ങിയ മേഖലകളിലൊക്കെ ഇവർക്ക് എന്തുണ്ട്, സ്പെഷ്യൽ സെൻറ്റേഴ്സ് ഉണ്ടെന്ന് പറയുകയാണ് ഇത്തരം കോഴ്സുകൾ പഠിക്കാനൊക്കെ വേണ്ടിയിട്ട്. ഫൗണ്ടേഷൻ കോഴ്സ് എന്നുള്ള രീതിയിലൊക്കെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ വർക്ക്സ് വിത്ത് ഇൻ്റർനാഷണൽ യൂണിവേഴ്സിറ്റീസ് ആൻഡ് ഇൻഡസ്ട്രീസ്. അതോടൊപ്പം തന്നെ ഇൻ്റർനാഷണൽ യൂണിവേഴ്സിറ്റികളുമായും ഇൻഡസ്ട്രീസുമായും ഒക്കെ ഇവർ വർക്ക് ചെയ്യുന്നുണ്ട്, ടൈപ്പ് ഉണ്ട്. ദെൻ അപ്പോൾ ആ രീതിയിലുള്ളൊരു ബ്രോഡായിട്ടുള്ളൊരു സ്റ്റഡിയാണ്, ഒരു കോഴ്സ് സ്ട്രക്ചറാണ് ഇവർക്കുള്ളത്. ദെൻ ക്യാമ്പസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ബിൽഡ് ഓൺ എ 10 acre ക്യാമ്പസ് അറ്റ് ടെക്നോസിറ്റി. നേരത്തെ പറഞ്ഞ ടെക്നോസിറ്റിയിൽ ഒരു 10 acre ക്യാമ്പസിലാണ് ഇത് ബിൽഡ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് ഫേസ് ഹാസ് അക്കാഡമിക് ആൻഡ് ഹോസ്റ്റൽ ബ്ലോക്സ്. അപ്പം അതിൻ്റെ ആദ്യത്തെ ഫേസ് എന്ന് പറയുന്നത് അക്കാഡമിക് ആൻഡ് ഹോസ്റ്റൽ ബ്ലോക്സ് ആണ് ആ ഒരു ക്യാമ്പസിൻ്റെ. ദെൻ ക്യാൻ ഗിവ് എഡ്യൂക്കേഷൻ ടു 1,200 റെസിഡൻഷ്യൽ സ്റ്റുഡൻസ് പ്ലസ് മെനി ഓൺലൈൻ ലേണേഴ്സ്. അപ്പോൾ 1200ഓളം റെസിഡൻഷ്യൽ സ്റ്റുഡൻസിന് അവിടെ നിന്ന് താമസിച്ച് പഠിക്കുകയാണ്. അപ്പോൾ അത്തരം കുട്ടികളെ അവർക്ക് എഡ്യൂക്കേഷൻ കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒരുപാട് ഓൺലൈൻ ലേണേഴ്സിനും വിദ്യാഭ്യാസം കൊടുക്കുന്നുണ്ട് എന്ന് പറയുകയാണ്. അപ്പോൾ ഇത്രയും പോയിൻറ്റ്സാണ് നമ്മൾ ഈ ഒരു ന്യൂസ് പേപ്പർ ആർട്ടിക്കിളിൽ ഓർത്ത് വയ്ക്കേണ്ടത്.